റാപ്പർ വേടനെതിരെ NIAക്ക് പരാതി നൽകി പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചെന്നാണ് പരാതി. മോദി കപട ദേശീയവാദി എന്ന് പറഞ്ഞതിനെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഒരു കപട ദേശവാദി എന്നാണ് റാപ്പർ വേടൻ തൻ്റെ മ്യൂസിക് നൈറ്റിലൂടെ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. അദ്ദേഹം ഊരു ചുറ്റി, പിന്നെ അദ്ദേഹത്തിന് വാളെടുത്തവൻ എന്ന് പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ, വരികളിലൂടെ അദ്ദേഹം തൻ്റെ ഓഡിയൻസിനോട് പറഞ്ഞിരിക്കുന്നത്. കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പൊതുജനങ്ങൾക്ക്, തൻ്റെ ഓഡിയൻസിന് നൽകുകയാണെങ്കിൽ അത് വളരെ ഗുരുതരമാകുന്ന രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, തിരുത്തുക തന്നെ വേണം. ഇത്തരത്തിലുള്ള മോശമായ സന്ദേശങ്ങൾ പുതുതലമുറയിലേക്ക് പകർന്നു വിടുന്നത്. വിവരങ്ങളുമായി അജിത് ബാബുവാണ് പാലക്കാട് നമുക്കൊപ്പം ചേരുന്നത്. അജിത്ത്, വേടൻ ജാതി ഭീകരത പരത്തുന്നു എന്ന് പറയുന്നത് RSSന്റെ നേതാവാണ്. വേടൻ കഞ്ചാവോളിയാണ്, ഭരണകൂടത്തിന് എതിരായി നിൽക്കുന്നു എന്നുൾപ്പെടെ ചൂണ്ടിക്കാട്ടി ജാതി അധിക്ഷേപം, വംശീയ അധിക്ഷേപം നടത്തുന്നത് KP ശശികലയാണ്, ഹിന്ദു ഐക്യവേദി. ഇതിപ്പോൾ പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് BJPയുടെ കൗൺസിലർ. അത് പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ ഭാര്യ കൂടിയാണ് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അവർ പ്രധാനപ്പെട്ട പാലക്കാട് ജില്ലയിലെ ഒരു നേതാവാണ്. അപ്പോൾ ഈ പരാതിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? മുൻപ് വേടൻ്റെ ഒരു പാട്ട് സമീപകാലത്ത് BJP RSS അനുകൂല ഹാൻഡിലുകൾ ഉൾപ്പെടെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഈ സമീപകാല സംഭവങ്ങൾക്കിടയിൽ. ബിനിൽ, ആദ്യം ഒരു തിരുത്ത്. അതായത് പ്രധാനമന്ത്രിക്കല്ല NIAക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. NIAക്ക് പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. അതായത് സമൂഹത്തിൽ ജാതി വിദ്വേഷം പ്രചരിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ അഖണ്ഡത, അതായത് ഐക്യം തകർക്കുന്നു, അതോടൊപ്പം പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്നു. ഈ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വേടൻ്റെ പരിപാടി, അതായത് വേടൻ്റെ ഇത്തരത്തിൽ ഫേമസ് ആകുന്നതിന് തുടക്കമൊക്കെ എന്ന് പറയാവുന്ന ഘട്ടത്തിലുള്ള ഒരു പരിപാടി എടുത്തുകൊണ്ടാണ് ഇപ്പോൾ അതിലെ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ പശ്ചാത്തലം ബിനിൽ നേരത്തെ സൂചിപ്പിച്ചു. സംഘപരിവാർ സംഘടനകളൊക്കെ തന്നെ വിവിധ സ്ഥലത്ത് നിന്ന് വേടനെതിരെയുള്ള വിമർശനങ്ങൾ തുടരുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ഇടയ്ക്ക് ഇത്തരത്തിൽ പാലക്കാട് കോട്ട മൈതാനത്ത് വേടൻ്റെ പരിപാടി നടക്കുകയും അതിന് വലിയ ഫൈൻ ഈടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഷ്ടപരിഹാര കണക്കടക്കം നഗരസഭ പ്രസിദ്ധീകരിച്ചത്. ഒരു ബെഞ്ചിന് 35,000 രൂപയാണ് നഷ്ടപരിഹാരമായി കണക്കാക്കിയത്. അത്തരത്തിൽ വേസ്റ്റ് ബിന്നിന് 6,000 രൂപ, അങ്ങനെയൊക്കെ നഗരസഭയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതിന് ഈ സംഭവത്തിൽ വലിയ തരത്തിലുള്ള ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ച ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. പക്ഷേ BJP പാലക്കാട് ഭരിക്കുന്ന നഗരസഭ അതിൽ പറഞ്ഞത് വേടനെ പോലെയുള്ളവരെ ആളെയാണോ, കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് ഇവിടെ കൊണ്ടുപോകുന്നതെന്ന പ്രകടമായ നിലപാടാണ് സ്വീകരിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാട് നഗരസഭയിലെ കൗൺസിലറായിട്ടുള്ള മിനി ഇത്തരത്തിൽ പരാതി നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. NIAക്ക് പരാതി നൽകിക്കൊണ്ട് അത് കൃത്യമായി ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വകുപ്പുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിക്കുന്നത്. നമ്മൾ ഈ കാര്യം മിനിയോട് ചോദിച്ചു, ഇതൊരു വേട്ടയാടലിൻ്റെ ഭാഗമായിട്ടാണോ നിങ്ങൾ ഇത്തരത്തിൽ പരാതി നൽകുന്നതെന്ന്. പക്ഷേ അപ്പോഴല്ല, ഇത് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചത് കൊണ്ടാണ് പരാതി നൽകിയത്. ഈ വീഡിയോ ഒക്കെ ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് പറയുന്നത്. അതുകൂടാതെ രാജ്യത്ത് ജാതി അധിക്ഷേപങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നെന്നും അടിമത്തം അവസാനിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് മിനി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതാണെങ്കിലും നമ്മൾ അനുഭവിക്കാത്തടത്തോളം ഇതെല്ലാം കെട്ടുകഥയാണെന്ന് പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉറപ്പായും അതിപ്പോൾ എന്തായാലും മിനി കൃഷ്ണകുമാർ പരാതി നൽകിയിരിക്കുകയാണ്. NIAക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വേടൻ പാട്ടിലൂടെ അധിക്ഷേപിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. സംഘപരിവാറും ഹിന്ദു ഐക്യവേദിയും ഉൾപ്പെടെയുള്ള ആളുകൾ വേടനെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഈ പരാതിയും ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് മിനി കൃഷ്ണകുമാർ നൽകിയിരിക്കുന്നത്.